അതിപുരാതനവും പ്രശസ്തവുമായ ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ഓഗസ്റ്റ് 3-4 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിതൃമോക്ഷ ദായകദാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ഈ സംഗതത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്കായി അനേകം പുരോഹിതന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങൾക്കായി പെരുമ്പാവൂർ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കവലയിൽ നിന്നും ക്ഷേത്രത്തിലെത്തി ഒക്കൽ കവല വരെയുള്ള റോഡിൽ പൂർണ്ണമായും വൺവേ സംവിധാനത്തിലായിരിക്കും ഗതാഗതം നിയന്ത്രിക്കുക. നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിനായി പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൗകര്യങ്ങൾ ക്ഷേത്രത്തിന്റെ ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1000-ഓളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യവും ക്ഷേത്ര പരിസരത്തും പുഴക്കടവിലും പന്തല് കെട്ടി ഒരുക്കിയിരുന്നുവെങ്കിലും മഴ ശക്തമായ സാഹചര്യത്തിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴക്കടവിൽ ഒരുക്കിയ ബലിത്തറകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്നിരുന്നാലും വെള്ളം ഇറങ്ങിയാലുടൻ ചെളികൾ നീക്കം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അഥവാ വെള്ളം ഇറങ്ങിയില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ഗ്രൗണ്ടിൽ ബലിതർപ്പണം നടത്തുന്നതിനു വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ ക്ഷേത്ര പരിസരത്ത് തന്നെ ഈ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉള്ളതാണ്. 2018 പ്രളയ സമയത്ത് പോലും ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ വെള്ളം കയറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുന്നതിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് സൗജന്യമായി ക്ഷേത്രം ട്രസ്റ്റ് വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത ദേവസ്വം ട്രസ്റ്റ് 6 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും ഭാരവാഹികൾ പറഞ്ഞു. Bobby Chamanur International Jeweler.